എങ്ങനെയാണ് ഘട്ടം ഘട്ടമായി ഇവർ സ്ഫോടന പരമ്പര നടപ്പാക്കാൻ ലക്ഷ്യമിട്ടതെന്ന് വിശദമായി തന്നെ നോക്കാം. ഭീകര സംഘത്തിലെ അംഗങ്ങൾ ഇപ്പോൾ കസ്റ്റഡിയിലെടുത്തവർ അവരുടെ ചോദ്യം ചെയ്യലിൽ നിന്ന് നൽകിയിട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തുവരുന്നത്. 5 ഘട്ടങ്ങളായാണ് സ്ഫോടനത്തിന് ആസൂത്രണം ചെയ്തത്. വലിയ സ്ഫോടന പരമ്പര തന്നെയാണ് ഭീകര സംഘം ലക്ഷ്യമിട്ടത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. അതായത് ദില്ലിയിൽ പ്രധാനമായി ഡിസംബർ 6 അതായത് ബാബറി മസ്ജിദ് ദിനത്തിൽ ഉൾപ്പെടെ, കഴിഞ്ഞ റിപ്പബ്ലിക് ദിനത്തിൽ ഉൾപ്പെടെ, ദീപാവലി ദിനത്തിൽ ഉൾപ്പെടെ ആക്രമണത്തിന് പദ്ധതിയിട്ടു എന്നുള്ള നിർണായക വിവരം വരുന്നു. ദില്ലിക്ക് പുറമെ 3 പ്രധാനപ്പെട്ട നഗരങ്ങൾ, അത് ഏതൊക്കെയാണെന്ന് ഇതുവരെ വ്യക്തമായിട്ടില്ല, പക്ഷേ 3 പ്രധാന നഗരങ്ങൾ കൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള ഒരു സ്ഫോടന പരമ്പരയാണ് ഭീകര സംഘം ആസൂത്രണം ചെയ്തെന്നുള്ള വിവരങ്ങളായി വരുന്നു. 5 ഘട്ടമായിട്ടാണ് ഈ ആസൂത്രണം നടന്നിട്ടുള്ളത്. ആ ഘട്ടങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യഘട്ടത്തിൽ പ്രത്യേക ഭീകര സംഘം തന്നെ ഇവർ രൂപീകരിക്കുകയാണ്. അതാണ് വിദ്യാഭ്യാസമുള്ള പ്രൊഫഷണലുകളായിട്ടുള്ള ഭീകരർ അല്ലെങ്കിൽ ആളുകളെ കണ്ടെത്തുകയാണ്. അതിൽ ജെയ്ഷെ മുഹമ്മദ്, അൻസാർ ഗസ്വത് ഉൽ ഹിന്ദ് തുടങ്ങി ബന്ധമുള്ളവരുടെ ഭീകര സംഘത്തെ രൂപീകരിച്ചു. അങ്ങനെയാണ് ഡോക്ടർ ഷഹീൻ ഉൾപ്പെടെയുള്ളവർ ഈ സംഘത്തിലേക്ക് എത്തിച്ചേരുന്നത്. ഷഹീൻ എന്ന് പറയുന്നത് ജെയ്ഷെ മുഹമ്മദിന്റെ വനിതാ വിങ്ങിന്റെ തലപ്പത്തിരുന്നയാൾ. ഭീകര റിക്രൂട്ട്മെന്റിൽ ഉൾപ്പെടെ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ള ഷഹീൻ ഉൾപ്പെടെയുള്ളവർ അങ്ങനെയാണ് എത്തുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ആദ്യഘട്ടം എന്ന് പറയുന്നത് ഈ ഭീകര സംഘം രൂപീകരിക്കലായിരുന്നു. രണ്ടാമത്തെ ഘട്ടം എന്ന് പറയുന്നത് ഈ സ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനുള്ള അസംസ്കൃത വസ്തുക്കളുടെ ശേഖരണമായിരുന്നു. അതും വിജയകരമായി തന്നെ പൂർത്തിയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഫരീദാബാദ് കേന്ദ്രീകരിച്ചുകൊണ്ട് വൻതോതിൽ സ്ഫോടക വസ്തുക്കളാണ് ഈ ഭീകരർ ശേഖരിച്ചതെന്നുള്ള നിർണായകമായ വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. എന്നാൽ ഇതിന്റെ പരിശോധനകളുടെ അടിസ്ഥാനത്തിൽ ഈ സ്ഫോടക വസ്തുക്കളിൽ ഏതാണ്ട് ഭൂരിഭാഗവും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയാണ്. ഇതിലിപ്പോൾ ഹരിയാനയിലെ നൂഹ്, ഗുരുഗ്രാം എന്നിവിടങ്ങളിൽ വെടിക്കോപ്പുകൾ സംഘടിപ്പിച്ചു എന്നുള്ള നിർണായകമായ വിവരം പുറത്തുവരുന്നു. അതാണ് രണ്ടാം ഘട്ടത്തിൽ ചെയ്തത്. അതായത് ആദ്യഘട്ടത്തിൽ ഭീകര സംഘത്തെ രൂപീകരിച്ചു, രണ്ടാം ഘട്ടത്തിൽ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ചു എന്നതാണ്. മൂന്നാം ഘട്ടം എന്ന് പറയുന്നത് ആക്രമണം നടത്താൻ പദ്ധതിയിട്ടിട്ടുള്ള സ്ഥലങ്ങൾ നിരീക്ഷിക്കുക എന്നതായിരുന്നു. മാരകമായ രാസസ്ഫോടക വസ്തുക്കൾ നിർമ്മിക്കാനും ആക്രമണം നടത്താൻ സാധ്യതയുള്ള സ്ഥലങ്ങൾ നിരീക്ഷിക്കാനുമായിരുന്നു പദ്ധതിയിട്ടത്. ഇതിലിപ്പോൾ നിരീക്ഷണത്തിന് ശേഷം ഈ നിർമ്മിച്ച ബോംബുകൾ അത് സൂക്ഷിക്കുക എന്നത് തന്നെയായിരുന്നു ഇവർക്ക് ഏറ്റവും വലിയ വെല്ലുവിളി. അതാണ് ഇപ്പോൾ ഫരീദാബാദിലെ ഇന്നലെ ആദിൽ പാലോട് നമ്മോട് വിശദമാക്കി തന്ന ഗ്രാമത്തിലെ ആളൊഴിഞ്ഞ സ്ഥലത്തെ ഏറ്റവും അങ്ങേയറ്റത്തുള്ള വീട്ടിലൊക്കെ തന്നെയായി ഇവർ ഈ സ്ഫോടക വസ്തുക്കൾ ശേഖരിച്ച് സൂക്ഷിച്ചത്. ഈ ബോംബ് നിർമ്മിച്ചുകൊണ്ട് സംഘാംഗങ്ങൾക്ക് വിതരണം ചെയ്യുകയായിരുന്നു നാലാം ഘട്ടത്തിലെ ഉദ്ദേശം. ഇതിനെല്ലാം ശേഷം ദില്ലിയിലെ 6 ഇടങ്ങളിൽ ഏകോപിത സ്ഫോടനം നടത്താനായിരുന്നു ഇവരുടെ പദ്ധതി. ഈ വർഷം ഓഗസ്റ്റിൽ ആക്രമണം നടത്താനായിരുന്നു യഥാർത്ഥ പദ്ധതി എന്നാണ് മൊഴികളിൽ നിന്ന് മനസ്സിലാക്കുന്നത്. എന്നാൽ ഈ പ്രവർത്തനങ്ങളിലൊക്കെ കാലതാമസം കാരണം പുതിയ തീയതിയായി ബാബറി മസ്ജിദ് തകർത്തതിന്റെ വാർഷിക ദിനമായ ഡിസംബർ 6 തിരഞ്ഞെടുക്കുകയായിരുന്നുവെന്നും അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞതായി NDTV റിപ്പോർട്ട് ചെയ്യുകയാണ്. അതായത് കൃത്യമായ ആസൂത്രണം നടന്നിട്ടുണ്ട് എന്നതാണ് ഏറ്റവും പ്രധാനം. ഡോക്ടർ ഉമറും ഡോക്ടർ മുസമ്മിലും കഴിഞ്ഞ ജനുവരിയിൽ ദില്ലിയിലെത്തുകയും പലയിടങ്ങളിലും നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു. ഇവർ ചെങ്കോട്ടയിലെത്തിയിരുന്നു, കൊണാട്ട് പ്ലേസിലെത്തിയിരുന്നു, ലാൽ ചൗക്കിലെത്തിയിരുന്നു. അങ്ങനെ നിർണായകമായ സ്ഥലങ്ങളിലൊക്കെ തന്നെയും മാർക്കറ്റുകളിൽ ഒക്കെ തന്നെയും ഇവർ സന്ദർശിക്കുകയും വിവരങ്ങൾ ശേഖരിക്കുകയും നിരീക്ഷിക്കുകയും ബ്ലൂ പ്രിന്റ് ഉൾപ്പെടെ സ്വന്തമാക്കുകയും ചെയ്തിട്ടുണ്ട് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. കസ്റ്റഡിയിലുള്ള കൂടുതൽ ആളുകളെ ചോദ്യം ചെയ്യുമ്പോൾ ഇതിന്റെ ഒരു കണക്ഷൻ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം പ്രതീക്ഷിക്കുന്നത്. മാത്രമല്ല മുസമ്മിലിന്റെയും ഡോക്ടർ ഉമറിന്റെയും ഡയറിയിൽ നിന്നും നിർണായകമായ വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ 5 ഘട്ടങ്ങളുമായി കൃത്യമായ ആസൂത്രണമാണ് ഭീകരർ നടത്തിയിരിക്കുന്നത്.